ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു എഗ്ഗ്ലെസ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ട് പാത്രത്തിലേക്ക് അരിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. ഇത് സ്പോഞ്ച് മാത്രമായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. 1/4 കപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ക്രീമും ഷുഗർ സിറപ്പും കൂടി മിക്സ് ആക്കണ കാരണം 1/2 കപ്പ് എടുക്കുന്നുള്ളൂ. അതിലേക്ക് തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീരെ പുളിയില്ലാത്ത തൈര് വേണം ഇതിന് വേണ്ടി എടുക്കാനായിട്ട്. അങ്ങനെ പഞ്ചസാരയും തൈരും കൂടി നന്നായി മിക്സ് ചെയ്ത് നല്ല മെൽറ്റാക്കി എടുക്കണം. അതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അത് നന്നായി മിക്സ് ആക്കണം. ഓയിൽ സെപ്പറേറ്റായി കിടക്കാൻ പാടില്ല. അതാണ് നമ്മൾ നന്നായി മിക്സ് ആക്കണം എന്ന് പറയണത്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്കിത് ഏത് ഫ്ലേവറിൽ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഒരു ബട്ടർ സ്കോച്ച് ആയിരുന്നു. അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ ചേർക്കണം. നമുക്ക് വനില വേണമെങ്കിൽ ചേർക്കാം, പൈനാപ്പിളോ ഏത് എസൻസ് വേണമെങ്കിൽ ചേർത്ത് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ എസൻസും ചേർക്കുക. പിന്നെ നമ്മുടെ മൈദ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ടീസ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാല് ചേർക്കണം. അതിൻ്റെ അളവ് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണ വരെ നമുക്ക് ഈ പാല് ചേർക്കാം. 2 ടേബിൾ സ്പൂണ് വേണമെങ്കിൽ ചേർക്കാം. നന്നായി മിക്സാക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർക്കാൻ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നന്നായി മിക്സാക്കി എടുത്ത് ഒരു 6 ഇഞ്ച് പാനിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 3/4 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത്. ആ ടൈം കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് ഫുള്ളായിട്ട് വെന്തിട്ടില്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. നന്നായി വെന്തിട്ടുണ്ട്. നല്ല ടെക്സ്ചറിൽ നമുക്ക് ഈ സ്പഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇത് 3 ലെയറാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ 1/2 കിലോ എഗ്ഗ്ലെസ് ബട്ടർ സ്കോച്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഏത് ഫ്ലേവർ വെച്ച് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ, താങ്ക് യു.